ഹലോ ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ കുഞ്ഞു മീനാണെങ്കിലും നമുക്ക് നല്ല രുചികരമായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, ഒട്ടും ഉടഞ്ഞു പോവാതെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ ഇത്രയും ചെറിയ മീനാണ് കേട്ടോ. ഇതിന് ചൂട വെത്തൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു മീനാണ് കേട്ടോ. ഇത് 1/2 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല കൊഴുത്ത ഇതിൻ്റെ ചാറെടുക്കാം. അപ്പോൾ ഇനി ഞാനിവിടെ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂണോളം പെരുംജീരകം, 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും, ഒരു 5-6 ചെറിയ ഉള്ളി 2ആയിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലിയോളം വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുത്തു. ഒരു പിടിയോളം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മളിതിൽ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ തന്നെ നല്ല കൊഴുത്ത ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വളരെ കുഞ്ഞു മീൻ വയ്ക്കുമ്പോൾ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒട്ടും ഉടഞ്ഞു പോവാതെ നമുക്ക് കറക്റ്റ് പരുവത്തിന് എടുക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ചെറിയ ചെറിയ മീനുകളൊക്കെ വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. പ്രത്യേകിച്ച് റിച്ച് കാൽഷ്യം ഒക്കെയാണ് കേട്ടോ അതിലുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്ത് വരുമ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കൂട്ടുകളെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എരിവ് കുറവായിരിക്കും. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 2 സ്പൂൺ മതി. ഞാനിപ്പോൾ ഇവിടെ 3 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാനിവിടെ ഒരു 3/4 സ്പൂണോളം ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ മുളക് പൊടിയുടെ കളറൊന്നും മാറാത്ത രീതിയിൽ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് വേണം നമ്മളിതിനെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ലൊരു ടിപ്പാണ്. നല്ല ചൂടുവെള്ളത്തിൽ വാളൻപുളി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല കൊഴുത്ത ചാറോട് കൂടി പുളി പിഴിഞ്ഞെടുക്കാം. ഞാനിവിടെ 1 കപ്പോളം പുളി പിഴിഞ്ഞതും രണ്ടാമത് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടാണ് വീണ്ടും 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ഞാൻ അധികം ചേർക്കുന്നില്ല കേട്ടോ. ഇതിനെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നമ്മൾ ആദ്യം തന്നെ പൊടികളൊക്കെ വഴറ്റി വെച്ചുകൊണ്ടാണ് കേട്ടോ ഉടച്ചെടുക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് മൂടി വയ്ക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒട്ടും തന്നെ വേഗമില്ലാത്തൊരു മീനാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല കുറുകിയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് വേണം നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കണം കേട്ടോ. ഇങ്ങനെ കുറുകിയിരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് മസാലകളൊന്നും തന്നെ ചേർക്കാതെ ഇത്രയും കൊഴുത്തിരിക്കുന്ന ഇതിന് കാരണം നമ്മളിങ്ങനെ ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പുളി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണേ. മീനിത് 1/2 കിലോനോളം മീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മീനിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ കുറച്ചൊന്ന് ലൂസാവും കേട്ടോ. എപ്പോഴും ചെറിയ മീനുകൾ, അതുപോലെ ചെറിയ മത്തി, ചെറിയ അയലയൊക്കെ ഉണ്ട്, അതെല്ലാം ഇതുപോലെ കറി വയ്ക്കുമ്പോൾ നമ്മുടെ ഈ ചാറുണ്ടല്ലോ നല്ലോണം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ട് മീനിട്ട് കൊടുക്കുമ്പോൾ ഈ മീനിലൊക്കെ നല്ല മസാല പിടിക്കുകയും ചെയ്യും. ഒരുപാട് ഇട്ടുകൊണ്ട് തിളപ്പിച്ചെടുക്കുകയും വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ മീനിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തതേ ഉള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2 തിളച്ച് കഴിഞ്ഞാൽ ഈ മീൻ വേകാവുന്നതേ ഉള്ളൂ കേട്ടോ. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല കുറുകിയിട്ടാണ് കേട്ടോ ഈ ചാറ് ഇരിക്കുന്നത്. അപ്പോൾ ചാറ് കറിയുള്ള കുഞ്ഞ് മീൻ കറിയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടമാണ്. വെത്തൾ, ചൂട എന്നൊക്കെ പറയുന്ന മീനൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കും. നല്ല രുചിയാണ്. നല്ല ചോറിൻ്റെ കൂടെ കേട്ടോ, വൈറ്റ് കളർ റൈസിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്താൽ ഇത് തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ, ഈ ചട്ടിയുടെ ചൂട് കുറയുന്നത് വരെ. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ച് വയ്ക്കാം. അതിൻ്റെ മുന്നേ തന്നെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഈ മീനൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മീനുണ്ടല്ലോ,
അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ ആയി പോകുന്നതാണ്. മീനൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് ഇരിക്കുക. അപ്പോൾ അന്നേരം വെച്ചിട്ട് അന്നേരം തന്നെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ വൈകുന്നേരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി ഇതിനെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിനെ അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഈ ഒരു മീനൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചാറാണ് ഇത്. കപ്പയുടെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ പിന്നെ നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള ദോശയുടെ കൂടെ ഒക്കെ നല്ല മാച്ചാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.